സഗീറ്റിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മീൽസ് അറ്റ് 30 മിനിറ്റ്സിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഡിഷാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ നല്ല ഗ്രീൻ മിൻറ്റി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ 30 മിനിറ്റ്സ് വേണ്ട, 30 മിനിറ്റ്സിനുള്ളിൽ നമുക്കതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റും. ചിക്കനിന് വേണ്ട സാധനങ്ങൾ ഇവിടെയുണ്ട്, ഞാനതെല്ലാം പറഞ്ഞുതരാം. ഗാർലിക് വേണം, ഗാർലിക് 1 ടീസ്പൂണോളം വേണം. ഇഞ്ചി 1 ടീസ്പൂണോളം വേണം. തക്കാളി 1 എണ്ണം നീളത്തിലരിഞ്ഞത്. സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത്. ഇത് പേസ്റ്റാണ്. ഈ പേസ്റ്റ് ഞാൻ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കിയ പേസ്റ്റാണ്. അത് ഏതൊക്കെയാണെന്ന് പറയട്ടെ. ഇഞ്ചിയുണ്ട്, കാഷ്യൂസ് ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ മിന്റ് ഉണ്ട്, മല്ലിയിലയും ഉണ്ട്. അതില് പച്ചമുളക് ഞാൻ 20 എണ്ണം എടുത്തിട്ടുണ്ട്. 20 എണ്ണം എന്ന് കേട്ട് പേടിക്കണ്ട. 20 എണ്ണം ഞാൻ എടുക്കാൻ കാര്യം, ആദ്യം ഒരു പച്ചമുളക് കടിച്ചു നോക്കിയപ്പോൾ അതിന് എരിവില്ല. അപ്പൊ എരിവ് ഇത്തിരി ഉണ്ടാവണമല്ലോ എന്ന് ഓർത്തിട്ട് 20 എണ്ണം എടുത്തതാണ്. ഈ കാഷ്യൂസ് 10 എണ്ണം വേണം. സ്പ്ലിറ്റ് കാഷ്യൂസ് ആണെങ്കിൽ 20 പീസ് എടുക്കാം. ഫുൾ കാഷ്യൂസ് വലുതാണെങ്കിൽ 10 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, അത് മതി. അതും കൂടെ ചേർത്തരയ്ക്കാം. മിന്റ് 1 പിടി, മല്ലിയിലയും 1 പിടി. ഇത്രയും ചേർത്ത് അരച്ചതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ വഴനയില വേണം. വഴനയില യൂസ് ചെയ്താൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. വഴനയില നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന തെരളിയപ്പം വഴനയില അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതേ ഇല, അത് വേണം. പിന്നെ വേണ്ടത് കുറച്ച് പട്ടയുടെ 2 കഷ്ണം പട്ട കൂടി വേണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1 കപ്പ് മതി, നല്ല കട്ടിയുള്ള പാല്. അത്, ഉപ്പ്, ചിക്കൻ 1/2 കിലോ. 1/2 കിലോ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. തേങ്ങാപ്പാൽ യൂസ് ചെയ്തതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നമുക്കിനി എങ്ങനെയാ ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ പട്ടയും ഈ ബേ ലീഫ് നമുക്ക് എല്ലാ കടകളിലും കിട്ടാവുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും സ്റ്റോഴ്സിലും ഒക്കെ ഉണ്ട്. ബേ ലീഫ് ഡ്രൈ കിട്ടും. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് ഈ ബേ ലീവ്സ്, 2 കഷ്ണം പട്ട, അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി അതിന്റെ ഫ്ലേവേഴ്സ് ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നല്ല പോലെ ഇതിന്റെ ഫ്ലേവറൊക്കെ വന്നു തുടങ്ങി, നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബേ ലീഫിന്റെയും പട്ടയുടെയും ഒക്കെ. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗാർലിക് പൊടിയായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, അതിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിനുശേഷം മാത്രം നമുക്ക് സവാളയും തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയാൽ മതി. നല്ലപോലെ ഒരു ഇളം ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്ക് സവാളയും ടൊമാറ്റോയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സവാള ചേർക്കാം ഇതിലേക്ക്.